അനൂപിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയുടെ ബഹളമായിരുന്നു. വയനാട് DCC ട്രഷററുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ, അതിനുശേഷം ഉണ്ടായിട്ട് അന്വേഷണങ്ങളൊക്കെ അതിന്റെ തിരക്കുകളുണ്ടായിരുന്നു. ഒപ്പം തന്നെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ അവിടെ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിരവധിയായ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വയനാട് സജീവമായിരുന്നു, അനൂപ് സജീവമായിരുന്നു. ഇന്ന് അനൂപ് നമുക്ക് തരാനുള്ള വാർത്ത ഏതാണ്? ഗുഡ് മോർണിംഗ് അനൂപ്. ഗുഡ് മോർണിംഗ്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണവുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഓരോ ദിവസവും. നേരത്തെ അന്ന പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാന തലക്കെട്ടായി നമുക്ക് മുന്നിൽ, പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത് അതിന്റെ ഒരു ഗൗരവം തന്നെയാണ്. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ള സുപ്രധാനമായ കാര്യങ്ങൾ എന്താണ് അനൂപ്? NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരം, വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം താമരച്ചാലിൽ ഐസക് എന്നയാൾ 17 ലക്ഷം രൂപ കോൺഗ്രസ് നേതാക്കൾ വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മൊഴി പ്രാഥമികമായി വിജിലൻസ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് വിജിലൻസ് അന്വേഷണവുമായി ഏറ്റവും പ്രധാനപ്പെട്ട വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരം. കഴിഞ്ഞ ദിവസം വിജിലൻസ് ഡിവൈഎസ്പി ഷാജി വർഗീസിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രാഥമിക മൊഴിയെടുക്കൽ നടക്കുന്നത്. ഇനി അടുത്ത ഘട്ടത്തിൽ പത്രോസ് എന്നയാൾ ഇത്തരത്തിൽ പോലീസിൽ നേരിട്ട് പരാതി നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസിൽ നേരിട്ട് പരാതി നൽകിയവരുടെ വിവരങ്ങളാണ് പോലീസ് ശേഖരിക്കുന്നത്. അതോടൊപ്പം അവരിൽ നിന്നുള്ള മൊഴിയെടുക്കുകയാണ് വിജിലൻസ് ചെയ്യുന്നത്. ഏതായാലും വിജിലൻസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആ വിധത്തിലാണ് മുന്നേറുന്നത്. ഈ വിധത്തിൽ നടന്ന എല്ലാവിധ പണമിടപാടുകളും വിജിലൻസ് പരിശോധിക്കും. കഴിഞ്ഞ ഉത്തരവിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക നിർദ്ദേശം തന്നെ ഡയറക്ടറേറ്റിൽ നിന്ന് വിജിലൻസിൽ ലഭിച്ചിരുന്നു. ഏതെല്ലാം വിധത്തിൽ ഈ പണമിടപാടുകൾ നടന്നു, എവിടെയെല്ലാം നിക്ഷേപിച്ചു, ഏതെല്ലാം വിധത്തിൽ ഇങ്ങനെ നൽകിയ പണങ്ങൾ വിതരണം ചെയ്യപ്പെട്ടു, അത് എങ്ങനെയെല്ലാം അതിന്റെ ട്രാൻസാക്ഷൻ വിശദാംശങ്ങളെല്ലാം വിജിലൻസ് ശേഖരിക്കുന്നുണ്ട്. ഏതായാലും ഈ ബത്തേരി അർബൻ ബാങ്ക് കോഴയുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിട്ടുള്ള വിവിധ ആരോപണങ്ങളെല്ലാം അല്ലെങ്കിൽ ആ വിധത്തിലുള്ള എല്ലാ വിശദാംശങ്ങളിലേക്കും കടക്കുകയാണ് വിജിലൻസ് അന്വേഷണം എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന വിവരം. NM വിജയന്റെ മരണത്തിനിടയാക്കിയ സാമ്പത്തിക ബാധ്യതകളാണ് ഈ വിധത്തിൽ അർബൻ ബാങ്കിന്റെ അഴിമതിയും അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള നിയമന അഴിമതിയും എല്ലാം പുറത്തു കൊണ്ടുവന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടെല്ലാം ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് വിജിലൻസ്. കഴിഞ്ഞ ദിവസം പ്രാഥമികമായ മൊഴിയെടുക്കൽ നടന്നു. അതോടൊപ്പം ഇനി ആരോപണ വിധേയരായവരുടെ അല്ലെങ്കിൽ ഏതെല്ലാം വിധത്തിൽ ഈ പണം കൈമാറി എന്ന് ഈ പരാതിക്കാർ പറയുന്നവരുടെ ബാങ്ക് ട്രാൻസാക്ഷൻ ഉൾപ്പെടെ വിജിലൻസ് പരിശോധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ പോലീസിന്റെ അന്വേഷണവും ഈ വിധത്തിൽ തുടരുകയാണ്.